അപ്പോ സേഫായിട്ടിരുന്നോളുക. കാരണം നമ്മൾ ഇന്നലെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, കുറച്ചും കൂടെ ഇങ്ങനെ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒറ്റയ്ക്ക് സേഫായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് കെയർ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ. ഞാൻ എവിടെയും പോകണമെന്നില്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ കെയർ ചെയ്തെങ്കിൽ തന്നെ എന്ത് ചെയ്യുള്ളൂ, ക്ലിയർ ആവുള്ളൂ. അപ്പോ ഇന്നലെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത് കേട്ടോ. ബാക്കി 25 വരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു തോന്നുന്നു അല്ലെ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് മറ്റേ ഭാഷകൾ, അതായത് ഹിന്ദി, ബംഗാളി, മറാത്തി, തെലുങ്ക്. അവിടെയല്ലേ പറഞ്ഞു വരുത്തിയത് ഹിന്ദി ഏറ്റവും കൂടുതൽ ആളുകൾ ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ, പിന്നെയോ ബംഗാളി രണ്ടാമത്, മറാത്തി മൂന്നാമത്, ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക്. അത്രയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇന്നലെ പറഞ്ഞ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കുറെ കാണാത്ത കുറെ ക്വസ്റ്റ്യൻസ്, അതായത് മെയിൻലി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, ഇത് 2017 ചോദ്യ പേപ്പറാണ്. അവിടെ തന്നെ ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ ഈ പറയുന്ന കവിരാജമാർഗം, വീരശൈവ പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ ആൾറെഡി എവിടെ കണ്ടതാണ്, SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടതാണ്. അപ്പൊ നമ്മളിപ്പോ ഈ കഴിഞ്ഞ വർഷമാണ് പറഞ്ഞത് SCERT ടെക്സ്റ്റ് ബുക്കിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ എന്ന് നമ്മൾ പറഞ്ഞാണ്. ഇതിപ്പോഴൊന്നും അല്ല, 2017 LDC ആണെങ്കിലും ഒക്കെ ഇതിലുണ്ട്. SCERT ടെക്സ്റ്റ് ബുക്ക് കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത്, കണ്ണു വീഴിച്ച് കാണാൻ തുടങ്ങിയത് എപ്പോഴാണ്, കഴിഞ്ഞ വർഷമാണെന്നേ ഉള്ളൂ കേട്ടോ. ആ ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വീരശൈവ പ്രസ്ഥാനം, ഈ പുസ്തകങ്ങളും കുറെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതേപടി ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപോലെ കാണാൻ പറ്റും. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ബാക്കിയുള്ളവർ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ, അവർ വരട്ടെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, എന്നും പറയുന്ന പോലെ പറയുക, എന്ത് യൂസ് ചെയ്യുക, പോൾ യൂസ് ചെയ്യുക, മാക്സിമം എന്ത് ഒഴിവാക്കുക, കമന്റ് ഒഴിവാക്കുക. പിന്നെ ചിലർ വന്നിട്ട് എന്ത് ചെയ്യും, നേരെ ആദ്യം ചാടി കയറും. അതായത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചില സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ആ ഒരു മെന്റാലിറ്റിയിലാണല്ലോ, ഒരു മൈൻഡാണല്ലോ, ആ മൈൻഡിൽ എന്ത് ചെയ്യും, ഒന്നങ്ങ് ചാടി കയറും. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, പിൻ ചെയ്തിട്ട് കാര്യമില്ല. വന്ന് കയറുന്ന ആളുകളുടെ മുന്നിൽ പിന്നൊന്നും കാണില്ല, അത് പിൻ ചെയ്തതാണ് എന്നൊന്നും കാണൂല. അവർ നേരെ കയറി എന്ത് ചെയ്യും, ആൻസർ ചെയ്യും. പിന്നെ ചില സമയത്ത് എന്ത് ചെയ്യും, ചില ആളുകളുടെ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവും. അതായത് ഇപ്പം ഈ 4G നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് വരില്ല, പോളൊന്നും വരില്ല. അപ്പൊ പോളൊന്നും വരാത്ത സമയത്ത് എന്ത് ചെയ്യും, എനിക്ക് ഉത്തരം പറയാൻ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യും, അവര് കമന്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതൊക്കെ ഉണ്ട്, എല്ലാവർക്കും പ്രശ്നം തന്നെയല്ലേ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഉപദ്രവം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് പറയാ, എന്ത് ഒഴിവാക്കുക, പോള് ഒഴിവാക്കുക, പോളല്ല കമന്റ് ഒഴിവാക്കുക, പോള് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളത് പറയുക. ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ഇങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സ് നിങ്ങൾക്ക് അവിടെ ഓഫ് ചെയ്യാം കേട്ടോ. കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കുഴപ്പമില്ലല്ലോ, പോൾ യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതിന്റെ ടൈമിംഗ് എങ്ങനെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ രാത്രിയെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുകണല്ലോ, നാളെ രാവിലെ 11 മണിക്ക് ഫ്രീ ലൈവ് ക്ലാസ് രജിസ്റ്റർ ചെയ്യുക എന്നും പറഞ്ഞ് ഞാൻ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ടെലഗ്രാം ചാനലിൽ ഇന്നലെ ഇട്ടതാണ്. അപ്പൊ നിങ്ങൾ ഇന്നലെ ഇട്ട സംഭവം നിങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഇനി ഞാൻ എങ്ങനെ അറിയിക്കാനാ. കേട്ടോ, ഇന്നലെ രാത്രി, ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇന്ന് 11 മണിക്കുള്ളത് ഇടുന്നത്. അപ്പോ നെക്സ്റ്റ് ആണ് ഇത് 26ാമത്തെ ചോദ്യം. നോക്കാം, 26ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം കേട്ടോ. പോൾ യൂസ് ചെയ്യാം. കർണാടകയിൽ രൂപം കൊണ്ട വീരശൈവ പ്രസ്ഥാനത്തിന്റെ നേതാവ് രാമാനുജം, ബസവണ്ണ, മീരാബായ്, സൂർദാസ്.
പോള് വരും കേട്ടോ, പോള് വരും. ഇത് കഴിഞ്ഞ ദിവസം നിങ്ങൾ SCRT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വായിക്കാൻ തന്ന സമയത്ത് അവിടെ ആ ടെക്സ്റ്റിൽ നിങ്ങൾ ചാപ്റ്ററിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. 2 ആ മോഡൽ എക്സാം നടത്തിയപ്പോൾ അവിടെയുള്ള സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഈ ക്വസ്റ്റ്യൻ അത്രയും തവണ നിങ്ങൾ കണ്ട് ആയ ഒരു ചോദ്യമാണത്. അജ്മൽ, ജിൻസി മത്തായി, ശ്രീജിത്ത് ശ്രീ, ആദ്യത്തെ 3 ആളുകൾ കേട്ടോ. ഇത് ബാക്കിയുള്ളവരെ അത് മറികടക്കാൻ ശ്രമിക്കുക, ഇവരാണെങ്കിൽ അത് നിലനിർത്താനും ശ്രമിക്കുക. അപ്പൊ നമുക്ക് ബസവണ്ണയാണ് കർണാടകയിൽ രൂപം കൊണ്ട വീരശൈവ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന് പറയുന്നത്. രാമാനുജം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, രാമാനുജൻ സംഖ്യ ചോദിക്കാറുണ്ട് അല്ലെ? തമിഴ്നാട്ടുകാരനാണ്. രാമാനുജൻ സംഖ്യ എത്രയാണ്? 1729 കേട്ടോ. 1729 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ അതാണ് മെയിനായിട്ട് രാമാനുജൻ സംഖ്യ എന്നുള്ളതാണ് 1729. തമിഴ്നാട്ടുകാരനാണ്. ഈ 2 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ചെറുതായിട്ട് അത്ര എന്ത് ചെയ്യാറുള്ളൂ, അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാറുള്ളൂ. ഇനി മീരാബായി, മീരാബായി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വനിതയാണ് ആര്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വനിതയാണ് ആര്? ഗാന്ധിജി കേട്ടോ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വനിത മീരാബായി. പിന്നെയോ രാജസ്ഥാനിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ആരാണ്? മീരാബായി ആണ്. മീരാബായിയുടെ ഭജനയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വനിതയാണ് മീരാബായി. രാജസ്ഥാനിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു. മീരാബായിയുടെ ഭജന ഫേമസ് ആയിട്ടുള്ളതാണ്. 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അവിടെ ഓർത്തിരിക്കേണ്ടത്. രാജസ്ഥാനും പിന്നെയോ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് കേട്ടോ. സൂർദാസ് ആരാണ്? സൂർദാസ് ആരാണ്? ആരുടെ കൊട്ടാരത്തിലാ? അക്ബറിന്റെ കൊട്ടാരത്തിലെ ജന്മന അന്ധനായിട്ടുള്ള കവിയാണ് ആര്? സൂർദാസ് എന്ന് പറയുന്നത് കേട്ടോ. അക്ബറിന്റെ കൊട്ടാരത്തിൽ, അതന്നെയാണ് നമുക്ക് അവിടെ മെയിൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, ഓർത്തിരിക്കേണ്ടത്. അക്ബറിന്റെ കൊട്ടാരത്തിലുള്ള ജന്മന അന്ധനായിട്ടുള്ള ഭക്ത കവിയാണ് ആര്? സൂർദാസ് എന്നുള്ളത്. അത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, അവിടെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കാനുള്ളൂ കേട്ടോ. സൂർദാസിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളൊന്നും അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, എടുത്ത് ചോദിച്ചിട്ടില്ല. കേരള സൂർദാസ് എന്ന് പിന്നെ നമ്മൾ ആരെ പറയാറുണ്ട്? പൂന്താനത്തിനെ പറയാറുണ്ട്. കേരള സൂർദാസ് എന്നുള്ളത് പൂന്താനം കേട്ടോ. അപ്പൊ അത്ര ഓർത്തിരിക്കുമല്ലോ. സൂർദാസ്, ബസവണ്ണ, രാമാനുജൻ, മീരാബായി. ഓരോ ഫാക്ടുകളെങ്കിലും മൈൻഡിൽ കയറിയിട്ടുണ്ടാവുമല്ലോ. മിനിമം ഒരു ഫാക്ട് എങ്കിലും അവിടെ കയറിയിട്ടുണ്ടാവുമല്ലോ. സൂർദാസ് ആരുടെ കൊട്ടാരത്തിലാണ് ചോദിച്ചാൽ അക്ബർ. മീരാബായി എവിടെയാണ് ചോദിച്ചാൽ രാജസ്ഥാൻ. രാമാനുജൻ 1729 കർണാടകയിൽ വീരശൈവ പ്രസ്ഥാനത്തിന് ബസവണ്ണ. അത്ര മതി കേട്ടോ. ഈ ഒരു ഏരിയ നമുക്ക് എപ്പോഴെങ്കിലും എന്ത് ചെയ്യുള്ളൂ, ചോദിക്കുള്ളൂ. ഇപ്പൊ പിന്നെ ഏതിലുള്ളതുകൊണ്ടാ? ടെക്സ്റ്റ് ബുക്കിലുള്ളതുകൊണ്ടാണ് നമുക്ക് എന്തായാലും അവിടെ നോക്കാനുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഇത്. അക്ബറിന്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ആര്? മിർ സൈദ് അലി, ബിഷൻ ദാസ്, ദസ്വന്ത്, കല്യാൺ ദാസ്. പോൾ യൂസ് ചെയ്യാം, ഓപ്ഷൻ കമന്റ് ചെയ്യരുത്. ഇത് SCRT അല്ല, ഇത് കിട്ടരുതേ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് കയറി വന്നൊരു ചോദ്യമാണ്. പിന്നെ എന്ത് ചെയ്തു, ഇത് പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയി. 2 തവണ എന്ത് ചെയ്തു, അടുപ്പിച്ച് 3 മാസത്തിനുള്ളിൽ തന്നെ 2 തവണ ഈ ചോദ്യം ചോദിച്ചു.
പക്ഷെ ഇത് നമ്മൾ മൈൻഡ് ചെയ്യാത്തൊരു ചോദ്യമാണ്. നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യാത്തൊരു ചോദ്യമായിരുന്നു ആദ്യം. ഇപ്പൊ എന്ത് ചെയ്തു? പ്രീവിയസ് വർക്ക്ഔട്ട് ചെയ്ത് ബാക്കിയുള്ളവരൊന്നും അറിയില്ലെങ്കിലും ആ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, നമുക്ക് അറിയാൻ തുടങ്ങി. അജ്മൽ, സുകേഷ്, റാസിക്ക്. ഓക്കെ, 3 ആളുകൾ ടെക്സ്റ്റിലുണ്ട്. ഞാൻ പറയുന്നത് NCERT ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. പക്ഷെ നമ്മൾ നോർമലായിട്ട് കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്നും ഒരേപോലെ കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ദസ്വന്ത്, രാസ്നാമ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു പരീക്ഷയ്ക്കാണെങ്കിൽ ഇത് എന്ത് ചെയ്തു? ചോദിക്കുകയും ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? ഇത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ കേട്ടോ, വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ അക്ബറിന്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായിട്ട് ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ആരാണ്? ദസ്വന്താണ് ചിത്രരൂപത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്? തയ്യാറാക്കിയിട്ടുള്ളത്. ഇനിയോ ബിഷൻ ദാസ്, ജഹാംഗീറിന്റെ കൊട്ടാരത്തിലെ പെയിന്റർ ആയിരുന്നു ആര്? ബിഷൻ ദാസ് കേട്ടോ. ബിഷൻ ദാസ് ആരുടെയാണ്? ജഹാംഗീറിന്റെ കൊട്ടാരത്തിലായിരുന്നു. കല്യാൺ ദാസ് ആണെങ്കിൽ കല്യാൺ ദാസ് മെയിൻ ആയിട്ട് അറിയപ്പെടുന്നത് ചിദർമൻ 2 എന്നുള്ളതാണ് കേട്ടോ. ചിദർമൻ 2 എന്നുള്ളതാണ് കല്യാൺ ദാസ് അറിയപ്പെട്ടിരുന്ന പേര്. മുഹമ്മദ് ഷായുടെ കൊട്ടാരത്തിലാണ് ഔറംഗസീബിന്റെ കാലശേഷം എന്ത് ചെയ്യുന്നത്? കല്യാൺ ദാസ് ഫേമസ് ആവുന്നത് കേട്ടോ. കല്യാൺ ദാസ്, ചിദർമൻ 2 പേരൊന്ന് നോട്ട് ചെയ്യണം. ഇയാൾ ഈ പേരിൽ വല്ലാണ്ട് ഫേമസ് ആയിട്ടില്ല. ചിദർമൻ 2 എന്നുള്ള പേരിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. എപ്പോഴും ചിദർമൻ 2 എന്നുള്ളത് മാത്രമേ. മുഹമ്മദ് ഷായുടെ കൊട്ടാരമാണ്, പക്ഷെ നിങ്ങൾക്ക് അവിടെ ആരുടെ കൊട്ടാരം എന്ന് വേണ്ട കേട്ടോ. കല്യാൺ ദാസ് ഫേമസ് ആയിട്ട് വരുന്നത് ഔറംഗസീബിന്റെ മരണത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? കാരണം ഔറംഗസീബ് കൊട്ടാരത്തിൽ ഈ പറയുന്ന പരിപാടികളൊക്കെ ഏകദേശം നിരോധിച്ചത് കാരണം ഇദ്ദേഹം ഫേമസ് ആവുന്ന എപ്പോഴാണ്? മുഹമ്മദ് ഷായുടെ കാലത്താണ് കേട്ടോ. അവിടെ രാജാവിന്റെ കാര്യം വേണമെന്നില്ല. ചിദർമൻ 2 എന്നുള്ള പേര് എഴുതി വെച്ചാൽ മതി. ചിദർമൻ 2 എന്നുള്ളൊരു പേര് എഴുതി വെച്ചാൽ മതി. അത് തന്നെ ചിദർമൻ 2 കേട്ടോ. ചിദർമൻ 2 എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് എന്നുള്ളത്. ഇനി മീർ സയ്യിദ് അലി, അത് അക്ബറിന്റെ കൊട്ടാരത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള ചിത്രമാണ് ഇത്, ലൈല ആൻഡ് മജ്നു കേട്ടോ. ലൈല ആൻഡ് മജ്നു എന്ന് പറയുന്ന ചിത്രം ആരുടേതാണ്? ഫേമസ് ആയിട്ടുള്ള പെയിന്റിംഗ് ആണ് ലൈല ആൻഡ് മജ്നു. ലൈല മജ്നു എന്ന് പറയുന്ന കഥയും കാര്യങ്ങളും വേറെ ഉണ്ട്. അതല്ല, അതിലത്തെ ലൈല ആൻഡ് മജ്നു എന്ന് പറയുന്ന ചിത്രം ആരുടേതാണ്? മീർ സയ്യിദ് അലിയുടേതാണ്. അക്ബറിന്റെ കൊട്ടാരത്തിലാണ് ഫേമസ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അത്രയും അവിടെ കൊടുത്തിരിക്കുക. ഈ പറയുന്ന ബിഷൻ ദാസോ കല്യാൺ ദാസോ മീർ സയ്യിദ് അലിയോ ആര് ചോദിച്ചിട്ടില്ല? PS ഇന്നവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. മീർ സയ്യിദ് അലിയോ ബിഷൻ ദാസോ കല്യാൺ ദാസോ ആരും എന്ത് ചെയ്തിട്ടില്ല? ഇന്നേവരെ PS ചോദിച്ചിട്ടില്ല. ആകെ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? മഹാഭാരത കഥ പൂർണ്ണമായിട്ട് ചിത്രരൂപത്തിൽ എഴുതിയത് ആരാണ്, തയ്യാറാക്കിയത് ആരാണ് എന്നുള്ള ആ ഒരു ദസ്വന്ത് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയോ പുസ്തകം ചോദിച്ചാലല്ലേ അമീർ ഖുസ്രു. നമുക്കിവിടെ പെയിന്റിംഗ് ആണ് ഇത് പറയുന്നത്. പെയിന്റിംഗ് ആണ്. നമ്മൾ ജസ്റ്റ് ആ ഒരു പേജിലുള്ള ആ ഒരു ലൈല ആൻഡ് മജ്നു എന്ന് പറയുന്ന ആ ഒരു പെയിന്റിംഗ്. ഇദ്ദേഹം പേർഷ്യൻ പെയിന്റർ ആണ്, പക്ഷെ ഇദ്ദേഹം ഫേമസ് ആവുന്നത് അക്ബറിന്റെ കാലത്തോടു കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഫേമസ് ആവുന്നത് കേട്ടോ. അതിനു മുമ്പ് ഹുമയൂണിന്റെ കാലത്തൊക്കെ ഉണ്ട്. ഇനി അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ഇവിടെ എന്തേ പറഞ്ഞുള്ളൂ? മീർ സയ്യിദ് അലി, ലൈല ആൻഡ് മജ്നു, ബിഷൻ ദാസ് ജഹാംഗീറിന്റെ കൊട്ടാരത്തിലാണ്. കല്യാൺ ദാസ് ഔറംഗസീബിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഫേമസ് ആവുന്ന എപ്പോഴാണ്? ഇദ്ദേഹത്തിന് അവസരം കിട്ടുന്ന എപ്പോഴാണ്?
ചിതർമൻ 2 എന്ന പേരിൽ ഇദ്ദേഹം ഫേമസ് ആവുന്നത് മുഹമ്മദ് ഷായുടെ കാലത്താണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഏത് പറയുന്നത്, ഷാജഹാന്റെ കാലത്തുണ്ട്, ഔറംഗസീബിന്റെ കാലത്തുണ്ട് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇദ്ദേഹത്തിന് ഫേമസ് ആവാൻ അവസരം കിട്ടുന്ന ആരുടെ കൊട്ടാരത്തിലാണ്? കല്യാൺ ദാസിന് ചിതർമൻ 2 എന്ന പേരിൽ മുഹമ്മദ് ഷായുടെ കൊട്ടാരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഫേമസ് ആവുന്നത് കേട്ടോ. നെക്സ്റ്റ്, ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുക? കറുപ്പ്, ചുവപ്പ്, മഞ്ഞ, പച്ച. ഇതെന്നും നമ്മൾ കാണുന്ന ചോദ്യമാണ് അല്ലെ. ഇത് തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കും. അജ്മൽ റാസിക്ക്, സലീം എസി. ഓക്കെ, ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല ഏത് നിറത്തിലായിരിക്കും എന്ന് ചോദിച്ചാൽ ഏതാണ്? കറുപ്പാണ് കേട്ടോ. നേരെ മറിച്ച് ഇവിടെ ചിലർ എന്ത് ചെയ്യുന്നറിയാം, ചിലര് മറ്റേ നമ്മളെ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതങ്ങോട്ട് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഏത് കറുപ്പിക്കും? മഞ്ഞ കയറി കറുപ്പിക്കും. ഇത് ചുവന്ന വെളിച്ചം പച്ച നിറത്തിലുള്ള ഇലയാണെങ്കിലും പൂവാണെങ്കിലും, പച്ച വെളിച്ചം ചുവന്ന നിറത്തിലുള്ള ഇലയാണെങ്കിലും പൂവാണെങ്കിലും ഒക്കെ ഏതന്നെ ആയിരിക്കും? കറുപ്പന്നെ ആയിരിക്കും എന്ന് ഉത്തരം കേട്ടോ. അവിടെ നിങ്ങൾ ഏത് അപ്ലൈ ചെയ്യരുത്, അവിടെ കൊണ്ടുപോയിട്ട് പ്രാഥമിക വർണ്ണങ്ങളുടെ കാര്യം എന്ത് ചെയ്യരുത്, അവിടെ അപ്ലൈ ചെയ്യരുത് കേട്ടോ. ചുവന്ന വെളിച്ചമാണെങ്കിലും ചുവന്ന പൂവാണെങ്കിലും പച്ചയും ഇതുമായി കഴിഞ്ഞാൽ ഏതായിരിക്കും? കറുപ്പായിരിക്കും. ഇത് PSC പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ചോദ്യമാണ്. അവിടെ കൊണ്ട് എന്ത് ചെയ്യരുത്, ഇത് എത്രയോ തവണ, അതായത് ഒരു 2005 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്നും ഈ ചുവന്ന പൂവും ഉണ്ടാവും, പച്ച വെളിച്ചം ഉണ്ടാവും, അല്ലെങ്കിൽ പച്ച പൂവും ഉണ്ടാവും, ചുവന്ന വെളിച്ചം ഉണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി ചോദിക്കും. നമ്മളെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് അവിടെ കറുപ്പാണ് എന്നുള്ളത് കേട്ടോ. ഇവിടെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ത് ചെയ്യണ്ട, അതിൽ അപ്ലൈ ചെയ്യണ്ട. അതിൽ വേറെ സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കറുപ്പാവുന്നത് കേട്ടോ. ഇനി അവിടെ തന്നെ എന്ത് ചെയ്യാം, ഒരു കാര്യം കൂടെ എഴുതി വെക്കുക. പച്ചപ്രകാശത്തിൽ മഞ്ഞപ്പൂവിന്റെ നിറം, പച്ചപ്രകാശത്തിൽ മഞ്ഞപ്പൂവിന്റെ നിറം പച്ച കേട്ടോ. പച്ചപ്രകാശത്തിൽ മഞ്ഞപ്പൂവിന്റെ നിറം പച്ച. പച്ചപ്രകാശത്തിൽ മഞ്ഞപ്പൂവിന്റെ നിറയെ തന്നെ ആയിരിക്കും, പച്ച തന്നെ ആയിരിക്കും കേട്ടോ. ഇനി ചുവന്ന പൂവ് നീലപ്രകാശത്തിലാണെങ്കിലും ഏത് നിറം തന്നെ ആയിരിക്കും? ചുവന്ന പൂവ് നീലപ്രകാശത്തിലാണെങ്കിലും, നീലപ്പൂവ് ചുവന്ന പ്രകാശത്തിലാണെങ്കിലും ഏത് തന്നെ ആയിരിക്കും? കറുപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. ചുവന്ന പൂവ് നീലപ്രകാശത്തിൽ അല്ലെങ്കിൽ നീലപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഏത് തന്നെ ആയിരിക്കും? കറുപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. ഇനിയോ, തരംഗദൈർഘ്യം കൂടുതൽ ഉള്ളതാണ് ഇത്. തരംഗദൈർഘ്യം കൂടുതലും ആവൃത്തി കുറവുമാണ് ഇതിന് ചുവപ്പ് കേട്ടോ. തരംഗദൈർഘ്യം കൂടുതലും ആവൃത്തി കുറവുമാണ് ചുവപ്പിന്. തരംഗദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലുമാണ് ഇതിന് വയലറ്റ് കേട്ടോ. അതൊക്കെ സ്ഥിരം ചോദ്യമാണ്. തരംഗദൈർഘ്യം കൂടുതൽ ചുവപ്പ്, തരംഗദൈർഘ്യം കുറവ് വയലറ്റ്. പിന്നെ അതിന് ഓപ്പോസിറ്റ് ഇട്ട് കൊടുത്താൽ മതി, ആവൃത്തി ഓപ്പോസിറ്റ് ഇട്ട് കൊടുത്താൽ മതി. തരംഗദൈർഘ്യം കൂടുതൽ ചുവപ്പാണെങ്കിൽ ആവൃത്തി കുറവായിരിക്കും കേട്ടോ.
ഓക്കെ, കിട്ടുമല്ലോ. തരംഗദൈർഘ്യം കൂടുതൽ ചുവപ്പ്, തരംഗദൈർഘ്യം കുറവ് വയലറ്റ്. ആവൃത്തി കൂടുതൽ വയലറ്റ്, ആവൃത്തി കുറവ് ചുവപ്പ്. ലീഫിന്റെ കാര്യത്തിൽ അവിടെ ആകെ നമുക്ക് ചോദിക്കാനുള്ളത് ആ ചോദ്യത്തിൽ എന്ത് മാത്രമേ ചോദിക്കുള്ളൂ? ഈ പറയുന്ന ചുവപ്പും നീലയും ചുവപ്പും പച്ചയും തമ്മിലേ ചോദിക്കുള്ളൂ. എന്നും ഉത്തരം തന്നെ ആയിരിക്കും, കറുപ്പ് തന്നെ ആയിരിക്കും. അതിന് പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല അവിടെ കേട്ടോ. ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്നും ഉത്തരം തന്നെ ആയിരിക്കും, കറുപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. പ്രാഥമിക വർണ്ണങ്ങൾ മാത്രം എന്ത് ചെയ്യുക, അപ്പുറത്തേക്ക് സെപ്പറേറ്റ് മാറ്റി പിടിക്കുക. അപ്പൊ അത്രയാണ് അതിൽ എന്ത് ചെയ്യാറുള്ളത്. മിക്കവാറും സമയത്ത് തന്നെ ആയിരിക്കും ചുവപ്പും പച്ചയും തമ്മിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കാറുള്ളത് കേട്ടോ. ഇതൊന്നും നമ്മളൊന്നും ഇതിന്റെ ഒന്നും ഐഡിയ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ ആദ്യത്തെ പരീക്ഷയ്ക്ക് കണ്ടപ്പോൾ കറുപ്പാണെന്ന് ഉത്തരം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് എത്രയോ കാലങ്ങളിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്ന് ഈ വെളിച്ചവും ഏലയും വെളിച്ചവും പൂവും ചോദിച്ചു കഴിഞ്ഞാൽ അന്നൊക്കെ ഉത്തരം തന്നെ ആയിരിക്കും, കറുപ്പ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല, തെറ്റിയിട്ടില്ല. അതുകൊണ്ട് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. ഇനി ഇതിൽ ഞാൻ ആ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുന്ന അവിടെ പറയാത്ത എന്തുകൊണ്ടാ വെച്ചാൽ ഇത് വേറെ കേസും അത് വേറെ കേസുമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതും അതും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരേ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യാത്തത്, അത് തമ്മിൽ കൂടിച്ചേരുന്നത് CN മജന്ത മഞ്ഞ എന്നുള്ളത് അവിടെ പറയാത്തത് അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ്, ആധുനിക ടെന്നീസിൽ പ്രൊഫഷണൽ യുഗം ഏറ്റവും കൂടുതൽ സിംഗിൾസ് കിരീടം നേടിയത് ആര്? സ്റ്റെഫി ഗ്രാഫ്, വീനസ് വില്യംസ്, മാർട്ടിന നവരത്തിലോവ, സെറീന വില്യംസ്. പോൾ യൂസ് ചെയ്യാം, പോൾ യൂസ് ചെയ്യുക. ആധുനിക ടെന്നീസിൽ പ്രൊഫഷണൽ യുഗം ഏറ്റവും കൂടുതൽ സിംഗിൾസ് കിരീടം നേടിയത് സലീം, ഉദയൻ, അഖിൽ, 3 പേര്. കട്ടക്ക് നിൽക്കുന്നുണ്ട്, ആളുകൾ മാറി മാറി വരുന്നുണ്ട്. ഉത്തരം ഏതാണ്? സെറീന വില്യംസ് ആണ് കേട്ടോ. സെറീന വില്യംസ് ആണ് ആൻസർ. അത് ആ ഒരു സമയത്ത് കറണ്ട് അഫയേഴ്സിൽ എന്ത് ചെയ്താണ്, കറണ്ട് അഫയേഴ്സിൽ ആ സമയത്ത് ചോദിച്ച ചോദ്യമാണ് ഇത്, സെറീന വില്യംസ് എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റെഫി ഗ്രാഫ് നമുക്ക് ഓർത്തിരിക്കാനുള്ളത് ഏതാ? സ്റ്റെഫി ഗ്രാഫ് നമുക്ക് ഓർത്തിരിക്കാനുള്ളത് ഏതാ? സ്റ്റെഫി ഗ്രാഫ് ഓർത്തിരിക്കാനുള്ളത് കേരളത്തിന്റെ ആയുർവേദ അംബാസിഡർ, കേരളത്തിന്റെ ആയുർവേദ അംബാസിഡർ കേട്ടോ. കേരളത്തിന്റെ ആയുർവേദ അംബാസിഡർ അതാരായിരുന്നു? സ്റ്റെഫി ഗ്രാഫ് ആയിരുന്നു. കറണ്ട് അഫയേഴ്സിൽ നമ്മൾ കണ്ടതാണ് ഇത്. ഫോബ്സ് മാസികയുടെ പട്ടികയിൽ 2019 കറണ്ട് അഫയേഴ്സിൽ ലാസ്റ്റ് നമ്മൾ കണ്ടതാണ് ഇത്. ഫോബ്സ് മാഗസിന്റെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള വനിതാ കായിക താരം എന്ന് പറഞ്ഞിട്ട് ആരെ കണ്ടിട്ടുണ്ടായിരുന്നു? സെറീന വില്യംസ് കേട്ടോ. സെറീന വില്യംസ് ആണ് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ കണ്ടത്. ഫോബ്സ് മാഗസിന്റെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള വനിതാ കായിക താരം എന്ന് പറഞ്ഞിട്ട് ആരെ പറഞ്ഞു? സെറീന വില്യംസിനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക കേട്ടോ. ഒസാക്ക ഞാൻ പറഞ്ഞ് 2019 പറഞ്ഞേ, 2019 ഇന്നലത്തെ കാര്യമല്ലല്ലോ. സംഭവം മനസ്സിലായോ? 2019 കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്, അപ്ഡേറ്റ് ചെയ്യാനുള്ളത് പറഞ്ഞാൽ ഇന്നലത്തത് അടുത്തതിൽ വരും കേട്ടോ. 2020 ആകുമ്പോഴത്തേക്ക് ഇന്നലത്തത് നമുക്ക് പറയുന്നത് നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കൂലല്ലോ. 2019 അതല്ല ഞാൻ വർഷം പറഞ്ഞ 2019 ഫോബ്സ് മാഗസിന്റെ പട്ടികയിൽ സെറീന വില്യംസ് ആണ് എന്ത് ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ വനിതാ കായിക താരം എന്നുള്ളത്. സ്റ്റെഫി ഗ്രാഫ് കേരളത്തിന്റെ ആയുർവേദ അംബാസഡർ ആയിട്ട് 2015 തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ആര്? സ്റ്റെഫി ഗ്രാഫ് കേട്ടോ.
ഇത് 2019 ഇന്നലത്തേത് ഇപ്പൊ നമുക്ക് അടുത്ത മാസത്തെ പരീക്ഷയിലൊന്നും എന്ത് ചെയ്യൂല, ഇന്നലത്തെ കാര്യമൊന്നും വരില്ല. കാരണം ആൾറെഡി എന്താണ് 3 മാസം മുന്നത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പൊ നമ്മള് എങ്ങാനും ആ ഒരു ഓപ്ഷനിൽ അവിടെ ഉണ്ടെങ്കിൽ 2019 എന്നുള്ളൊരു വർഷം അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഇത് കറണ്ട് അഫയേഴ്സിലെ ചോദ്യമാണ്. ആ ഒരു സമയത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. പിന്നെ നമുക്ക് ഇപ്പൊ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പറഞ്ഞതാണ് 2019 ഫോബ്സിന്റെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള വനിത എന്നുള്ളത് കേട്ടോ. സ്റ്റെഫി ഗ്രാഫൊക്കെ ആ സമയത്ത് കറണ്ട് അഫയേഴ്സിൽ ചോദിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, ആയുർവേദ അംബാസഡർ എന്ന് പിന്നത്തെ കാലങ്ങളിലൊന്നും അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ചോദ്യം കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ അവിടെ അത്രയും മതി, അവിടെ നമുക്ക് അത്രയും മതി. ഇത് അംബാസഡർ എന്ന് പറയുന്നത് നമ്മൾ ഒരു പരിപാടി തുടങ്ങുമ്പോൾ അതിന് പ്രോത്സാഹനം കിട്ടാൻ വേണ്ടി വെക്കുന്നതാണ്. ആരെ? അംബാസഡർ വെക്കുക എന്ന് പറയുന്നത്. അല്ലാതെ വർഷാവർഷം അംബാസഡർ വെക്കുന്നത് വേറെ പ്രോഗ്രാമുകൾക്കാണ്. അതായത് ഓരോ വർഷവും പ്രൊമോട്ട് ചെയ്യേണ്ട പരിപാടികൾക്കാണ് എന്ത് ചെയ്യുക, എല്ലാ വർഷവും അംബാസഡർ വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഹരിത കേരളം പദ്ധതി തുടങ്ങിയപ്പോ എന്ത് ചെയ്തു, KJ യേശുദാസിനെ. അപ്പൊ അതിന് ഒരു അംബാസഡറേ ഉണ്ടാവുള്ളൂ. അത് ആ സമയത്ത് എന്ത് ചെയ്യാനാ, ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. എന്നാൽ ബൈജൂസ് ഒക്കെ കണ്ടിട്ടില്ലേ, ബൈജൂസിനൊക്കെ എന്താണ്, എല്ലാ വർഷവും എന്ത് വേണം, പ്രൊമോഷൻ വേണം. അപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ അംബാസഡർമാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ പദ്ധതികൾ തുടങ്ങുമ്പോൾ ഒറ്റ അംബാസഡറേ ഉണ്ടാവുള്ളൂ. അതുല്യം പദ്ധതി, ദിലീപ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നോരോന്ന് നിങ്ങൾ കണ്ടില്ലേ, മൃത സഞ്ജീവനി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിന് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാമുകൾക്ക് ഒറ്റ അംബാസഡറേ ഉണ്ടാവുള്ളൂ. അത് ആ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒന്നങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അവിടെ അത്ര മതി. ഇനി ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെ? ന്യൂഡൽഹി, ഗുജറാത്ത്, കേരളം, ബംഗാൾ. 100 കിട്ടുമോ? പോള് യൂസ് ചെയ്യാം കേട്ടോ. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന എവിടെ? ഇവിടെ 100 ഇല്ല. ഉദയൻ കളരിക്കൽ, അഖിൽ, സുകേഷ്. ആളുകൾ മാറി വരുന്നുണ്ട്. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന എവിടെയാ? കേരളത്തിൽ 1982 നോർത്ത് പറവൂർ അല്ലെ, വടക്കൻ പറവൂരിലാണ് എന്ത് ചെയ്തത്, ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തത്, നടപ്പിലാക്കിയത്. ഇനിയോ ന്യൂഡൽഹി പറഞ്ഞോ, ഡൽഹി നമുക്ക് ഇലക്ഷനുമായിട്ടൊന്നുമില്ല. സുഭാഷ് ചന്ദ്രബോസിന്റെ സ്മരണയ്ക്ക് ആയിട്ട് കൊണ്ടുവന്ന മ്യൂസിയം ഏതാ? ക്രാന്തി മന്ദിർ കേട്ടോ, ക്രാന്തി മന്ദിർ സുഭാഷ് ചന്ദ്രബോസിന്റെ സ്മരണയ്ക്കായിട്ട്. കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇത്, ക്രാന്തി മന്ദിർ സുഭാഷ് ചന്ദ്രബോസിന്റെ സ്മരണയ്ക്കായിട്ട് കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇത്, ക്രാന്തി മന്ദിർ കേട്ടോ. ക്രാന്തി മന്ദിർ, അംബേദ്കർ മെമ്മോറിയൽ, അതൊക്കെ ആൾറെഡി എന്ത് ചെയ്താണ്, ചോദിച്ചാണ്. അപ്പൊ ക്രാന്തി മന്ദിർ എന്തായാലും ഓർത്തിരിക്കണം കേട്ടോ. ക്രാന്തി മന്ദിർ സുഭാഷ് ചന്ദ്രബോസിന്റെ സ്മരണയ്ക്കായിട്ടാണ് എന്നുള്ളത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം. പിന്നെ നമ്മൾ ഇന്നലെ പറയാത്തത്, ഇന്നലെ നമ്മൾ ന്യൂഡൽഹിയെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് അല്ലെ, ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ്. പിന്നെയോ ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം, ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം. SBIയിൽ ലയിച്ചെങ്കിലും നമുക്ക് മഹിളാ ബാങ്കിന് ഒറ്റയ്ക്കുള്ള ആസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം ഏതാണ്? ന്യൂഡൽഹിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അവിടെ പറയാനുള്ളത്. പിന്നെയോ മണ്ണെണ്ണ മുക്ത നഗരം, കെറോസിൻ ഫ്രീ സിറ്റി, ഇന്ത്യയിലെ ആദ്യത്തെ കെറോസിൻ ഫ്രീ സിറ്റി. ഒരു 4 കാര്യങ്ങൾ കേട്ടോ.
ഒരു 4 കാര്യങ്ങൾ നമുക്ക് അവിടെ ഓർത്തിരിക്കാനുള്ളത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, ASIയുടെ ആസ്ഥാനം ധരോഹർ ഭവൻ കേട്ടോ, ധരോഹർ ഭവൻ ന്യൂഡൽഹി. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ക്രാന്തി മന്ദിർ മ്യൂസിയം സുഭാഷ് ചന്ദ്രബോസിന്റെ സ്മരണയ്ക്കായിട്ട് ന്യൂഡൽഹി, അംബേദ്കർ സ്മാരകം ന്യൂഡൽഹി, ധരോഹർ ഭവൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, ആദ്യത്തെ മണ്ണെണ്ണ മുക്ത നഗരം, ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് കേട്ടോ. അത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് അവിടെ ഓർത്തിരിക്കാനുള്ളത്. പൊല്യൂട്ടഡ് സിറ്റിയിൽ നമുക്ക് ഇപ്പോൾ ഓർത്തിരിക്കാനുള്ളത് മെയിനായിട്ട് ഏതാണ്? കാൺപൂരാണ് കേട്ടോ. കാൺപൂരിന് നമ്മൾ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം എന്നുള്ള ഗിന്നസ് റെക്കോർഡൊക്കെ എന്ത് ചെയ്തു? കൊടുത്തു കേട്ടോ. ഇപ്പൊ ന്യൂഡൽഹി അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? അവിടെ തന്നെ ഓർത്തിരിക്കുക. ഇനി ഗുജറാത്ത്, ഗുജറാത്ത് പറഞ്ഞോ, ഏറ്റവും വലിയ സ്റ്റേഡിയം അല്ലെ, ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഇത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം അഹമ്മദാബാദ് അല്ലെ. മൊട്ടേറ സ്റ്റേഡിയം ഗുജറാത്തിലാണ് എന്ത് ചെയ്തത്? മൊട്ടേറ സ്റ്റേഡിയം നിലവിൽ വന്നത്. പിന്നെയോ സർദാർ സരോവർ, ഉയരം കൂടിയ പ്രതിമ, ഇതൊക്കെ ഒന്ന് എവിടെയാണ്? ഗുജറാത്തിലാണ് എന്ത് ചെയ്തത്? വന്നത്. ട്രംപിന്റെ വിസിറ്റിന് പേര് കൊടുത്ത എന്താ? ട്രംപിന്റെ വിസിറ്റിന് പേര് കൊടുത്ത എന്താ? നമസ്തേ ട്രംപ്, നമസ്തേ ട്രംപ്. അപ്പൊ മൊട്ടേറ സ്റ്റേഡിയം അഹമ്മദാബാദ്, നമസ്തേ ട്രംപ്, പിന്നെയോ ഉയരം കൂടിയ പ്രതിമ. അതിന്റെ ശില്പിയും കൂടെ ഓർത്തിരിക്കുക. എന്ത്? ഉയരം കൂടിയ പ്രതിമ, പട്ടേലിന്റെ പ്രതിമ, രാം വി സുത്തർ കേട്ടോ. രാം വി സുത്തർ എന്നുള്ള ആ ഒരു ശില്പിയുടെ പേരും കൂടെ എന്ത് ചെയ്യുക? അവിടെ ഓർത്തിരിക്കുക. സർദാർ സരോവർ അണക്കെട്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് പറഞ്ഞിട്ട് സർദാർ സരോവർ എന്ത് ചെയ്യണം? അവിടെ നമുക്ക് ഓർത്തിരിക്കണം. പിന്നെയോ മുന്നാക്ക സംവരണം ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം, മുന്നോക്ക സംവരണം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനവും ഏതന്നെയാണ്? ഗുജറാത്ത് തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഒരു 4 കാര്യങ്ങൾ എന്ത് ചെയ്യുക? അവിടെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. അപ്പൊ സ്റ്റേഡിയം ഓർത്തിരിക്കുക, മൊട്ടേറ സ്റ്റേഡിയം ഓർത്തിരിക്കുക, പ്രതിമയുടെ ഹൈറ്റ് 182, രാം വി സുത്തർ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അത്ര ഓർത്തിരിക്കുക. ഇനിയോ ബംഗാൾ, ബംഗാൾ പറഞ്ഞു. ബംഗാളിന്റെ പുതിയ പേര്, ബംഗാളിന്റെ പുതിയ പേര് ബംഗ്ല. പിന്നെയോ പിന്നെയോ ബ്രിട്ടീഷ് നഴ്സറി, അത് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞല്ലേ. പിന്നെയോ ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം, ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം ബംഗാളിലാണ്. പിന്നെയോ റൈറ്റേഴ്സ് ബിൽഡിംഗ്, റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്ന് പറയുന്നത് റൈറ്റേഴ്സ് ബിൽഡിംഗ് ബംഗാളിന്റെ നിയമസഭാ മന്ദിരം കേട്ടോ. ബംഗാളിലെ നിയമസഭാ മന്ദിരമാണ് ഇത്, റൈറ്റേഴ്സ് ബിൽഡിംഗ്. പിന്നെയോ ബംഗ്ലാദേശുമായിട്ട് അതിർത്തിയിൽ തർക്കമുള്ള, അല്ലെങ്കിൽ ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? ബംഗാൾ തന്നെയാണ്. പിന്നെയോ ഹിമാലയവുമായിട്ടും ബംഗാൾ ഉൾക്കടലുമായിട്ടും അതിർത്തി പങ്കിടുന്നതും ആരെന്നെയാണ്? ബംഗാൾ തന്നെ. മുകളിൽ നമ്മൾ ഡാർജിലിംഗ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഹിമാലയവുമായിട്ട് അതിർത്തിയുണ്ട്. താഴെ ഇങ്ങോട്ടേക്കാണെങ്കിൽ ബംഗാൾ ഉൾക്കടലുമായിട്ടും ഏതുണ്ട്? അതിർത്തിയുണ്ട്. ഇതൊക്കെ എന്താണ്? ബംഗാളുമായിട്ട്. പിന്നെയോ മെയിൻ ആയിട്ട് നമുക്ക് ചോദിക്കുന്നതാണ് ഏത്? നെല്ലുൽപാദനം, പിന്നെയോ ചണം ഉൽപാദനം അല്ലെ. നെല്ലുൽപാദനം, ചണം ഉൽപാദനം, ഇതിൽ രണ്ടിലും
ആരെന്നെയാണ് മുന്നിൽ? ബംഗാൾ തന്നെയാണ് മുന്നിൽ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. നെല്ലുൽപാദനം ബംഗാൾ, ചണം ഉൽപാദനം ഏതന്നെയാണ്? ബംഗാൾ തന്നെ. ഇത്രയാണ് നമുക്ക് ബംഗാളിൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത്. നെല്ല്, ചണം ഉൽപാദനം ഡാർജിലിംഗ്, പിന്നെയോ ഇന്ത്യയുടെ ആദ്യ തലസ്ഥാനം കൊൽക്കത്ത, പശ്ചിമ ബംഗാളിന്റെ ഇപ്പോഴത്തെ പേര് ബംഗ്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക കേട്ടോ. ആ കൊൽക്കത്ത പോർട്ടിന്റെ പുതിയ പേരാണ് ഇത് ശ്യാം പ്രസാദ് മുഖർജി പോർട്ട് എന്ന് പറഞ്ഞത് മാറ്റിയത് കേട്ടോ. തീൻബഗ ഇടനാഴി എന്ന് പറയുന്നത് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി തർക്കമുള്ളതാണ് കേട്ടോ. ബംഗ്ലാദേശുമായിട്ട് അതിർത്തി തർക്കമുള്ളതാണ് ഏത്? തീൻബഗ ഇടനാഴി എന്ന് പറയുന്നത്. അത് നമ്മൾ പിന്നെ അയൽ രാജ്യങ്ങളിൽ ക്ലിയർ ആയിട്ട് പറയുന്നില്ലേ, ആ ഒരു ചെറിയൊരു ഇടനാഴിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടത്തിന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബറൂബറി ഇങ്ങോട്ടേക്ക് തരാം, തീൻബഗ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിന്നതാ. പക്ഷെ ആ സംഭവത്തെ എന്ത് ചെയ്തില്ല, അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടി നടന്നില്ല എന്നുള്ളതുകൊണ്ട്. ഇനി നെക്സ്റ്റ്, ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷം. ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷം 1997, 1996, 1998, 2000. ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷം. ഇതെന്തോന്നാണ് ഇത്? മൂന്ന് ഓപ്ഷൻ കട്ടയ്ക്ക് നിൽക്കുകയാണല്ലോ. SCERT ലെസൺ ഇന്നലെ പഠിക്കാൻ തന്നതിലുണ്ട്. പോരാത്തതിന് ഇത് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഉദയൻ കളരിക്കൽ, അഖിൽ, സുകേഷ്. 1996 ഇത് ചൈൽഡ് ലൈൻ എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത് കേട്ടോ. എന്താണ് സംഭവം? ഇത് ആദ്യമായിട്ട് കാണുന്നതാണോ? ഒന്നാമത് പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്താണ്, വർക്കൗട്ട് ചെയ്യിപ്പിച്ചാണ്. എന്നിട്ടോ രണ്ടാമത്തെ ഒരു തവണ അതേ ക്വസ്റ്റ്യൻ എങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒരു 10-100 മെസ്സേജ് വരുന്നത്, ഇത് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, പിന്നെ അതന്നെയാണ് ഇട്ടേക്കുന്നത് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ചോദ്യം വരും. ഇതുപോലെ പരീക്ഷയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാലോ അതേ ചോദ്യം തന്നെ വീണ്ടും എന്ത് ചെയ്തോളൂ, തെറ്റിച്ചോളൂ. 1998 മുതൽ ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കുന്നതാണ് കേട്ടോ. 1998 ഇന്ത്യയിൽ ഒട്ടാകെ നിലവിൽ വന്നതാണ് ഇത് ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത്. ഇത് ചൈൽഡ് ലൈൻ എന്ന് കേട്ടപ്പോഴത്തേക്ക് 1098, അവിടെ 1998 കുറെ പേര് എന്ത് ചെയ്തു, അങ്ങനെ കൊണ്ട് കയറി കറുപ്പിച്ചു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നുള്ള കേട്ടിട്ടുള്ള പരിചയത്തിൽ കുറെ പേര് 2000 കയറി കറുപ്പിച്ചു. ഇതാണ് എന്ത് ചെയ്തത്, സംഭവിച്ചത്. ശരി ഉത്തരം കുറെ പേരും കറുപ്പിച്ചു. പിന്നെ ഇതിലൊന്നും പെടാത്തത് 97 ആയതുകൊണ്ട് അതിന് പോള് കുറച്ച് കുറഞ്ഞു. അതാണ് സംഭവിച്ചത്. ഇവിടെ 3 പേർക്കും ഒരേപോലെ കിട്ടിയത് എന്തുകൊണ്ടാ? കുറച്ച് പേര് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ പോയി, കുറച്ച് പേര് 1098 പോയി, കുറച്ച് പേർക്ക് ഉത്തരം അറിയാം. ഇത് പിന്നെ ഒന്നിലും പെടാത്ത പാവം ഒരു 97 ആയതുകൊണ്ട് അതിന് മാത്രം എന്ത് ചെയ്തു, പോള് കുറച്ച് കുറഞ്ഞു കിട്ടി എന്നുള്ളതാണ് കേട്ടോ. അപ്പോ 96 എന്ത് ചെയ്യുന്നത്, ചൈൽഡ് ലൈൻ വരുന്നത്. 98 എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ഒട്ടാകെ നടപ്പിലാവുന്നത്. ചൈൽഡ് ലൈനിന്റെ ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പറാണ് ഇത് 1098 എന്ന് പറയുന്നത് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഇത് 1098 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടെ ഇട്ടതാ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് അത് എഴുതിയല്ലേ? ആ കുട്ടികൾക്കാണ് എന്ത് ചെയ്യുന്നത്, 1098 എട്ടും പൊട്ടും തിരിയാത്തത് എന്ന് അങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഓർത്തിരിക്കാൻ പറ്റും. ഇനി 97 എന്താ പറഞ്ഞോ? 97 എന്താ? 97 .
97 ഒന്നുമില്ലേ? വരട്ടെ. തമിഴ്നാട് വിവരാവകാശ നിയമം പാസ്സാക്കിയത്. പിന്നെയോ കുറെ പേര് കുടുംബശ്രീ അടിച്ചു കയറ്റുന്നുണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. 97 എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 50-ാം വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യും? സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം. പിന്നെയോ തമിഴ്നാട് 97-ലാണ് എന്ത് ചെയ്യുന്നത്? വിവരാവകാശ നിയമം പാസ്സാക്കുന്നത്. 9-ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത്. 9-ാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച്. ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് 1997. ക്യോട്ടോ പ്രോട്ടോകോൾ 1997 എന്നുള്ളത് എന്ത് ചെയ്യുക? അവിടെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കാണാറുള്ളത് ബാലികാ സമൃദ്ധി യോജന എന്നൊക്കെ പറഞ്ഞിട്ട് 97. അത് പിന്നെ ഇപ്പൊ ചോദിക്കാറില്ല കേട്ടോ. പിന്നെ 10ാമത് രാഷ്ട്രപതി 97 മുതൽ 2002 വരെ എന്നൊക്കെ പറഞ്ഞിട്ട് KR നാരായണൻ. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന എവിടെയാണ്? 97-ലാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ, തമിഴ്നാടിന്റെ വിവരാവകാശ നിയമം, സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം, 9-ാം പഞ്ചവത്സര പദ്ധതി, 10ാം രാഷ്ട്രപതി. അത്ര അവിടെ ഓർത്തിരിക്കുക. കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യൂല? ഓർത്തിരിക്കൂല കേട്ടോ. ക്യോട്ടോ ജപ്പാനിലാണ് കേട്ടോ. ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം 97. നിലവിൽ വന്നത് 2005. രണ്ടും രണ്ട് ചോദ്യമാണ് കേട്ടോ. ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് 97. 2005-ലാണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. 96 പിന്നെ നമ്മളിവിടെ പറഞ്ഞു ചൈൽഡ് ലൈൻ. 96-ൽ മറ്റൊന്നും കൂടെ ഓർത്തിരിക്കാനുള്ളതാ. 96-ൽ നമുക്ക് മറ്റൊന്നും കൂടെ ഓർത്തിരിക്കാൻ കേരള വനിതാ കമ്മീഷൻ. 96-ലാണ് എന്നുള്ളത് എന്ത് ചെയ്യണം? അവിടെ ഓർത്തിരിക്കണം. ചാരായ നിരോധനവും ഏതിൽ തന്നെയാണ്? 96-ലാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഏതാണ്? 96-ലാണ് കേട്ടോ. ചാരായ നിരോധനം, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള വനിതാ കമ്മീഷൻ. കേരള വനിതാ കമ്മീഷൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ചാരായ നിരോധനം. ഒരു 3 ഫാക്ട് എന്ത് ചെയ്യുക? അഡീഷണൽ ഓർത്തിരിക്കുക. മദ്രാസ്, ചെന്നൈ അതൊക്കെ ഉണ്ട്. പക്ഷെ മദ്രാസ്, ചെന്നൈ ഒന്നും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? PSC ചോദിച്ചിട്ടില്ല കേട്ടോ. 98 ആ കുടുംബശ്രീക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് കയറി വാ കേട്ടോ. 98 മെയ് 17. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എന്ത് ആ ഡേറ്റിന്റെ 1ഉം 7ഉം കൂട്ടിയതാണ് ഏത്? ഇവിടുത്തെ 98 എന്നുള്ളത് കേട്ടോ. ഡേറ്റിന്റെ 1ഉം 7ഉം കൂട്ടിയതാണ് 98. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളെടുത്ത്, കുടുംബശ്രീ രൂപീകരിച്ചത് എന്ന് അല്ലെങ്കിൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ 1997 മെയ് 18 എന്ന് കൊടുത്താൽ നിങ്ങളുടെ മൈൻഡിലുള്ള 98 മെയ് 17 എന്നുള്ളത് അതായി പോകും കേട്ടോ. പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചോണം. ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് 8ന്റെ പണി കിട്ടും. ഇവിടെ 98 സി ഓപ്ഷനും 97 എ ഓപ്ഷനും ആയപ്പോഴത്തേക്ക് അവിടെ കുറെ പേര് എവിടെ കയറി? കുടുംബശ്രീ 97-ൽ കയറി. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. ഈ 98 എന്നുള്ളത് മെയ് 17-ന്റെ 1ഉം 7ഉം കൂട്ടിയ 8 വർഷത്തിൽ എന്നുള്ളത് എന്ത് ചെയ്താൽ മതി? അവിടെ ഓർത്താ മതി കേട്ടോ. പിന്നെയോ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും 98 എന്നുള്ളത് എന്ത് ചെയ്യാം? അവിടെ ഓർത്തിരിക്കുക കേട്ടോ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ 98.
8 എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ഗോൾഡൻ ക്വാഡ്രിലേറ്ററിലൊന്നും എന്തല്ല, കേരള ലോകായുക്ത എന്നും 98 നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് 99 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നതാണ് കേട്ടോ. കൊങ്കൺ റെയിൽവേ വരുന്ന എപ്പോഴാ? 98 കൊങ്കൺ റെയിൽവേ 98 കേട്ടോ. കൊങ്കൺ റെയിൽവേ 98, 760 കിലോമീറ്റർ കൊങ്കൺ റെയിൽവേയുടെ നീളം. ഇനി 2000 പറഞ്ഞോ. 2000 IT ആക്ട് 2000. പിന്നെ IT ആക്ട് 2000. ഇവിടെ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോണം. ഇന്ത്യയിൽ വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷം ഓപ്ഷൻ എ 2005. നിങ്ങൾ ജോലി കിട്ടാനുള്ള ധൃതിയിൽ കയറി ചാടി കയറും കേട്ടോ. അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. ഇന്ത്യയിൽ വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷം ഓപ്ഷൻ എ 2005. നിങ്ങൾ അത് വായിക്കുന്നത് എന്താണ്? വിവരാവകാശ നിയമം. ഏതുപോലെ ഇവിടെ ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷം എന്ന് കണ്ടപ്പോഴത്തേക്ക് ചൈൽഡ് ഹെൽപ്പ് ലൈൻ എന്ന് വായിച്ചു, 1098 മനസ്സിൽ ധ്യാനിച്ച് 98 കുത്തി എന്ന പോലെ അവിടെ വിവരാവകാശ നിയമം എന്നുള്ളത് വിവരസാങ്കേതിക നിയമം എന്നുള്ളതാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും, 2005 എന്നുള്ളത് ഓപ്ഷൻ എ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ കയറിയിട്ട് എന്ത് ചെയ്യും, കറുപ്പിക്കും. അപ്പൊ വിവരാവകാശ നിയമം, വിവര സാങ്കേതിക നിയമം രണ്ടും രണ്ടാണ്. ഞാൻ എന്നും പറയാറുള്ള 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ. 2000 ഇത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, അന്നപൂർണ പദ്ധതി, പിന്നെയോ അന്ത്യോദയ അന്നയോജന, വിവര സാങ്കേതിക നിയമം അതായത് IT ആക്ട്, പിന്നെയോ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ് 3 സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത്. ഒരു 4 ഫാക്ട് റിന്യൂ ചെയ്യുക അവിടെ കേട്ടോ. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, പിന്നെയോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. ഇതൊക്കെ ഇതിലാണ്, 2000 കേട്ടോ. IT ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്. അന്ത്യോദയ അന്നയോജന, അന്ത്യോദയ അന്നയോജന കേട്ടോ, അന്ത്യോദയ അന്നയോജന. അന്ത്യോദയ അന്നയോജനയും അന്നപൂർണയും IT ആക്ട് 3 സംസ്ഥാനങ്ങൾ വന്ന വർഷം. ഇതൊക്കെ ഏതാണ്? ഇതൊക്കെ 2000 തന്നെയാണ് വരുന്നത് കേട്ടോ. ഇനിയോ ഇന്ത്യൻ, ഇതിനെ ചാടിക്കയറാൻ ചാൻസ് കുറവാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ചരിത്രത്തിലെ കൊമഗതമാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനം ഏത്? അനുശീലൻ സമിതി, ഫോർവേഡ് ബ്ലോക്ക്, ഗദ്ദർ പാർട്ടി, സ്വരാജ് പാർട്ടി. കേൾക്കാത്തൊരു സംഭവം, പക്ഷെ പ്രീവിയസ് വർക്കൗട്ട് ചെയ്തൊരു മാപ്പ് കണ്ടിട്ടുണ്ടാവും. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ കൊമഗതമാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനം ഏത്? അനുശീലൻ സമിതി, ഫോർവേഡ് ബ്ലോക്ക്, ഗദ്ദർ പാർട്ടി, സ്വരാജ് പാർട്ടി. ഇതിന് 50% കിട്ടി. പക്ഷെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു വളരെ പരിതാപകരം, ചൈൽഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട്. അഖില്, അഞ്ജലി, ഇജാസ് മുഹമ്മദ്. ഇത്തരം ഗദ്ദർ പാർട്ടിയാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് അമേരിക്കയിൽ താമസിച്ചിരുന്ന കുറച്ച് സിഖുകാരെന്ത് ചെയ്തു, അവര് കാനഡയിലേക്ക് കുടിയേറി പാർക്കാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, കൊമഗതമാരു എന്ന് പറയുന്ന ഒരു കപ്പലിൽ എന്ത് ചെയ്തു, അവിടുത്തെ സിഖുകാരൊക്കെ കൂടെ എന്ത് ചെയ്തു, കാനഡയിലേക്ക് യാത്രയായി. അങ്ങനെ എന്ത് ചെയ്തു, കാനഡയിൽ ഒരു 24 പേർക്ക് മാത്രമാണ് എന്ത് ചെയ്തത്, ആകെ പ്രവേശനം അനുവദിച്ചത്. ബാക്കിയുള്ളവർ എന്ത് ചെയ്തു, തിരിച്ചു പോകാൻ പറഞ്ഞു. അങ്ങനെ ഇന്ത്യയിലേക്ക് അയക്കുക. ഇന്ത്യയിലേക്ക് അയക്കുന്ന സമയത്ത്
കൊൽക്കത്തയിൽ വന്നിറങ്ങാൻ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തില്ല? അനുമതി കൊടുത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു? കുറച്ച് ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു. ബ്രിട്ടീഷുകാർ ഇവരെ മൊത്തം എന്ത് ചെയ്തു? വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവമാണ് എന്തറിയപ്പെടുന്നത്? കൊമഗതമാരു എന്ന സംഭവമായിട്ട് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ഷിപ്പിന്റെ പേരാണ്. ഷിപ്പിന്റെ പേരാണ് ഈ കൊമഗതമാരു എന്ന് പറയുന്നത്. അപ്പൊ ആ ഷിപ്പിലെ ആളുകളെ വെടിവെച്ച് കൊന്നതുകൊണ്ട് എന്തറിയപ്പെടുന്നു? കൊമഗതമാരു സംഭവം എന്ന് അറിയപ്പെടുന്നു. പക്ഷെ ഇത് ഇന്ത്യ ചരിത്രത്തിൽ എവിടെയും എന്ത് ചെയ്തിട്ടില്ല? ഇത് രേഖപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ അവർ അമേരിക്കയിൽ നിന്ന് പോകുന്നു, കാനഡയിലേക്കാണ് അവർ പോകാൻ പോയത്. പിന്നെയോ നേരെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊൽക്കത്തയിലേക്ക് വന്നു. പിന്നെ എന്ത് ചെയ്തു? ഇവിടെ ഒന്നും ഗേറ്റ് ചെയ്തില്ല. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എവിടെയും പെടാത്തവരായി മാറിയാര്? ഈ സിഖുകാരെന്ന് പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതുമായി ബന്ധപ്പെട്ട പാർട്ടിയാണ് ഇത്. 1913 ലാല ഹർദയാലിന്റെ നേതൃത്വത്തിൽ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപപ്പെട്ടതാണ് ഇത്. ഇവിടെ ഇതിന്റെ ഡേറ്റ് ഓർത്തിരിക്കുക കേട്ടോ. 1913 എന്നുള്ള ഏതോർത്തിരിക്കുക? ഗദ്ദർ പാർട്ടി ഓർത്തിരിക്കുക. സംഭവം നടക്കുന്നത് 14 കേട്ടോ. സംഭവം നടക്കുന്നത് 14 അത് നിങ്ങൾ ഓർക്കണ്ട കേട്ടോ. സംഭവം നടക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഓർത്തിരിക്കണ്ട. 1913 ഗദ്ദർ പാർട്ടി എന്നുള്ളത് എന്തായാലും ഓർത്തിരിക്കണം. ലാല ഹർദയാൽ സാൻ ഫ്രാൻസിസ്കോ കേട്ടോ. ഗദ്ദർ പാർട്ടിയുടെ ലാല ഹർദയാൽ 1913 സാൻ ഫ്രാൻസിസ്കോ എന്നുള്ളത് ഓർത്തിരിക്കുക. ഗദ്ദർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം കേട്ടോ. ഗദ്ദർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം. അത് പിന്നെ നിങ്ങൾക്ക് ചോദിച്ചാലും കിട്ടും. കാരണം എന്താ വെച്ചാൽ അന്ന് കൊടുത്ത ബാക്കി 3 ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ ഒരെണ്ണം മാത്രമേ അങ്ങനെ ഒന്നുള്ളൂ. ബാക്കിയൊക്കെ ഉത്സവം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഗദ്ദർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നുള്ളതാണ്. ഇനിയോ അനുശീലൻ സമിതി. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ്. ബരീന്ദ്രകുമാർ ഘോഷ്. ഒരു പേരും കൂടെ എഴുതി വെച്ചോ, പുലിൻദാസ് കേട്ടോ. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ്, പുലിൻദാസ്. വർഷം ഇന്നെ അവർ ചോദിച്ചിട്ടില്ല. 1902 ഏത് രൂപീകരിക്കുന്നത്? അനുശീലൻ സമിതി രൂപീകരിക്കുന്നത് കേട്ടോ. പി മിത്ര കൂട്ടത്തിലുണ്ട്. പി മിത്രയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? ഡിഗ്രി ലെവൽ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കൊടുത്തിട്ടുള്ളത് പി മിത്രയാണ്. പക്ഷെ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ 2 ആളുകൾ ബരീന്ദ്രകുമാർ ഘോഷും പുലിൻദാസുമാണ് കേട്ടോ. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷിന്റെ പേര് എഴുതി വെക്കുക, പുലിൻദാസും അവിടെ എഴുതി വെക്കുക. അതിൽ മെയിൻ ആയിട്ട് ചോദിക്കാറുണ്ടെങ്കിൽ തന്നെ ആരുടെ പേര് മതി? ബരീന്ദ്രകുമാർ ഘോഷിന്റേത് മതി കേട്ടോ. ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്ക് വർഷം വേണം. 1939 സുഭാഷ് ചന്ദ്രബോസ്. ഫോർവേഡ് ബ്ലോക്ക് 1939 സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ. കേരളത്തിൽ ഫോർവേഡ് ബ്ലോക്കിന് രൂപം നൽകിയതാരാണ്? രൂപം നൽകിയതല്ല, നേതൃത്വം കൊടുത്തിരുന്നത്. കേരളത്തിൽ ഫോർവേഡ് ബ്ലോക്കിന് നേതൃത്വം കൊടുത്തിരുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. സ്റ്റെല്ല സതീഷ് ചന്ദ്ര ബസു. ഈ പറയുന്ന സതീഷ് ചന്ദ്ര ബസു, പി മിത്ര, ബരീന്ദ്രകുമാർ ഘോഷ്, പുലിൻദാസ് ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് രൂപം കൊള്ളുന്നത്. എന്നാൽ ഡിഗ്രിയുടെ ടെക്സ്റ്റ് ബുക്കുകളിലാണ് ഇതിന്റെ ഫൗണ്ടർ. യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന്റെ ഫൗണ്ടർ ആരാ എന്ന് ചോദിച്ച സമയത്ത് അവർ ഉത്തരം കൊടുത്താണ് ഇത് പി മിത്ര എന്ന് പറയുന്നത് കേട്ടോ. സതീഷ് ചന്ദ്ര ബസു ഒന്നും നിങ്ങൾ പഠിക്കണ്ട. നമുക്ക് ആകെ
ഒരു കൺഫ്യൂഷൻ ഉള്ളത് എന്ന് പറയുന്നത് പി മിത്ര വേണോ ബരീന്ദ്രകുമാർ ഘോഷ് വേണോ എന്നുള്ളതാണ്. പക്ഷെ അവിടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം ടേബിളിൽ കൊടുത്തിട്ടുണ്ട് എന്ത്, ബരീന്ദ്രകുമാർ ഘോഷ് എന്ന് പറയുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരാൾ തുടങ്ങി പിന്നെ എന്ത് ചെയ്തു, അതിന് വേറൊരു സ്ഥലത്ത് വേറൊരാൾ നേതൃത്വം നൽകി എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ ഏത് മതി, ഇപ്പോ ബരീന്ദ്രകുമാർ ഘോഷ് എന്നുള്ള ആ ഒരു ആൻസർ മതി. അനുശീലന സമിതി ആണെങ്കിൽ 1902 പക്ഷെ അതിന്റെ ഇയർ ഒന്നും എവിടെയും ചോദിക്കാറില്ല. നിങ്ങൾ വേണ്ടാത്ത ഇയർ വെറുതെ കയറ്റി വെക്കണ്ട കേട്ടോ. ഫോർവേഡ് ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇയർ ആവശ്യമുണ്ട്. 1939 കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് കേരളത്തിൽ ഫോർവേഡ് ബ്ലോക്കിന് നേതൃത്വം കൊടുത്തിരുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അവിടെ ഓർത്തിരിക്കാനുണ്ട്. പിന്നെയോ സ്വരാജ് പാർട്ടി 1923 കേട്ടോ. സ്വരാജ് പാർട്ടി 1923. ആദ്യത്തെ പ്രസിഡന്റ് CR ദാസ്. ആദ്യത്തെ പ്രസിഡന്റ് CR ദാസ്. ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു കേട്ടോ. സെക്രട്ടറി മോത്തിലാൽ നെഹ്റു, ആദ്യത്തെ പ്രസിഡന്റ് CR ദാസ് കേട്ടോ. അപ്പൊ 1923 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോ സ്വരാജ് പാർട്ടി വരുന്നത് 1923 ജനുവരി 1-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇതിന് തൊട്ട് മുന്നേ നമുക്കറിയാം 1922 ഡിസംബർ മാസം അവസാനമാണ് എന്ത് നടക്കുന്നത്, INCയുടെ സമ്മേളനം നടക്കുന്നത്. അപ്പൊ 22 ഡിസംബർ അവസാനം നടക്കുന്ന സമ്മേളനമാണ് ഇത്, ഗയാ സമ്മേളനം. ആ ഗയാ സമ്മേളനത്തിൽ ആരാണ് പ്രസിഡന്റ്? ഗയാ സമ്മേളനത്തിൽ ആരാണ് പ്രസിഡന്റ്? CR ദാസ് ആണ് പ്രസിഡന്റ്. അതും കൂടെ നമുക്ക് ഓർത്തിരിക്കുന്നുണ്ടോ, ഒരു ബാക്ക്ഗ്രൗണ്ട് ആണത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ആണത് കേട്ടോ. അപ്പൊ CR ദാസ് എന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം. ഗയാ സമ്മേളനത്തിൽ, ഏത് സമ്മേളനത്തിന്റെ ശേഷമാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്, ഗയാ സമ്മേളനമാണ് കേട്ടോ. ഫസ്റ്റ് മീറ്റിംഗ് എവിടെയാ, സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ മീറ്റിംഗ് അലഹബാദിലാണ് കേട്ടോ. അലഹബാദിലാണ്. ഈ മോത്തിലാൽ നെഹ്റുവിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് കേട്ടോ. അലഹബാദിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ മീറ്റിംഗ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് CR ദാസ്, ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റുവിന്റെ വീട്ടിൽ വെച്ച് നടക്കുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ആരായിരിക്കും, മോത്തിലാൽ നെഹ്റു. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ക്ലബിന്റെ എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, സെക്രട്ടറി ആയിരിക്കും അല്ലെ. ഒരു ക്ലബിന്റെ എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, നടക്കുന്നതും നടത്തുന്നതും എല്ലാം സെക്രട്ടറി ആയിരിക്കും. പ്രസിഡന്റ് എന്ന് മാത്രമാണ്, പ്രസിഡന്റ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷന് മാത്രമാണ്, അധ്യക്ഷത വഹിക്കാനും ആ ഒരു കസേരയിൽ ഇരിക്കാനും മാത്രം കേട്ടോ. CR ദാസ് ആദ്യത്തെ പ്രസിഡന്റ്, മോത്തിലാൽ നെഹ്റു ആദ്യത്തെ സെക്രട്ടറി. ഓക്കെ. അപ്പൊ ഗയാ സെഷനും കൂടെ ഓർത്തിരിക്കുക. ഗയാ സമ്മേളനത്തിൽ CR ദാസ് ആയിരുന്നു പ്രസിഡന്റ് എന്നുള്ള കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. അപ്പൊ അത്രയും മതി കേട്ടോ. അപ്പൊ ഇതിൽ ഓർത്തിരിക്കേണ്ടത് അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ്, ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ, സാൻ ഫ്രാൻസിസ്കോ 1913, ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് 1939, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കേരള സുഭാഷ് ചന്ദ്രബോസ്, സ്വരാജ് പാർട്ടി 1923, സെക്രട്ടറി മോത്തിലാൽ നെഹ്റു, പ്രസിഡന്റ് CR ദാസ്, ആദ്യ മീറ്റിംഗ് അലഹബാദിൽ മോത്തിലാൽ നെഹ്റുവിന്റെ വീട്ടിൽ വെച്ച്, ഗയാ സമ്മേളനത്തിൽ പ്രസിഡന്റ് CR ദാസ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, അവിടെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ, നാളെ ഇതേ സമയത്ത് തന്നെ വെക്കാം. ഓക്കെ കേട്ടോ.
നാളെ ഇതേ സമയത്ത് തന്നെ എന്ത് ചെയ്യാം, വെക്കാം. അപ്പോ ഇന്നലെ എന്ത് ചെയ്തു, LDCയുടെ പുതിയ ക്രാഷ് ബാച്ച് പ്ലസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അറിവ് എന്ന പേരിൽ 7 എഡ്യൂക്കേറ്റേഴ്സ് ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട്. 90 ദിവസം കൊണ്ടുള്ള ക്രാഷ് കോഴ്സ് ആണ്, പുതിയ LDC ക്രാഷ് കോഴ്സ് ആണ്. അപ്പോൾ പുതുതായിട്ട് പഠിച്ചു തുടങ്ങിയ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, പുതിയ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫുൾ സിലബസ് 7 എഡ്യൂക്കേറ്റേഴ്സ് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. അപ്പൊ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മൻസൂർ ലൈവ് എന്നുള്ള കോഡ് റഫറൽ കോഡായിട്ട് യൂസ് ചെയ്യാം. അവിടെ ഒരു 10% ആ റഫറൽ കോഡിലും പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് പോയിന്റ് എത്രയുണ്ടോ അതിൽ മാക്സിമം ഒരു 9% എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കും. അപ്പോ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, പ്ലസിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. നാളെ 11 മണിക്ക് കേട്ടോ, ഇതേ സമയത്ത് തന്നെ എന്ത് ചെയ്യാം, വെക്കാം. ബാക്കി എന്ത് ചെയ്യാം, അവനവൻ സേഫ് ആയിട്ടിരിക്കേണ്ട കാര്യം എന്ത് ചെയ്യുക. ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾ, രമ്യ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അതിന്റെ പരമാവധി സമയം എന്ന് പറയുന്നത് അരമണിക്കൂറാണ്. മറ്റൊന്ന് പറയുന്നത് 41, 42, 43, 44. എന്താണ് സർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ 41, 42, 43 ഒന്നും അക്കാദമിയിൽ കിട്ടുന്നില്ല. 41, 42, 43 ഒക്കെ ഉണ്ടോ? അതിലുണ്ടായിരുന്നു തോന്നുന്നു, എനിക്കറിയില്ല. ഇനി കുറെ മുമ്പ് എടുത്താണോ എന്നുള്ള അറിഞ്ഞൂടാ. മുഹമ്മദ് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്ക്, നിങ്ങളുടെ അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക കേട്ടോ. രേവതി 41, 42, 43 ഇനി കളഞ്ഞോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ പറയുന്ന സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഒരു കാലം വരെയൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ അത് അവിടെ എന്ത് ചെയ്യും, കുറെ ലോഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഇവര് ഡാറ്റ, അപ്പൊ നമ്മളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൊബൈലിന്റെ മറ്റേ ഡാറ്റ ഫുൾ ആയി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്യൂലേ, എന്ന പോലെയാണ് എന്ത്, ഇവര് കുറെ ആവുമ്പോൾ എന്ത് ചെയ്യുന്നു, കുറെ ഡാറ്റ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അതങ്ങ് ഡിലീറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ നോക്കിയിട്ട് രാത്രി, ഞാൻ പറഞ്ഞില്ലേ രാത്രി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയും ഇതൊക്കെയാണ് രാത്രി. അപ്പൊ ചിലപ്പോൾ ഞാൻ വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, പിന്നെ മെസ്സേജ് ഇടേണ്ടി വരും, ഇന്നത്തെ സ്പെഷ്യൽ ക്ലാസ് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ള മെസ്സേജ് ഇടേണ്ടി വരും. അതാണ് ഈ രാത്രി വെക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം കേട്ടോ. അപ്പൊ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു രാത്രി. അപ്പൊ ആ സമയത്ത് നെറ്റ് നല്ല സ്ലോയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, രാത്രി വെക്കാത്തത്. ഇനി ഞാൻ നോക്കിയിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ട് വെക്കാം കേട്ടോ.